എല്ലാവരും സേഫായിട്ടിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോയും ഒരു പംകിൻ കപ്പ് കേക്കിൻ്റെ വീഡിയോയും ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ വ്ളോഗിൽ ഒരു അൺബോക്സിങ് വ്ളോഗാണ്. അതിൻ്റെ ഒപ്പം നമ്മളിന്ന് പംകിൻ കപ്പ് കേക്ക്സും ഉണ്ടാക്കുന്നുണ്ട്. ഇത് കിച്ചനെയ്ഡിൻ്റെ 9 സ്പീഡ് ഹാൻഡ് മിക്സറാണിത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു. ബ്ലാക്ക് കളറാണിത്. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കിച്ചനെയ്ഡിൻ്റെ ബോക്സിൽ വന്നേക്കുന്നത്. പിന്നെ ഇത് ഇങ്ങനെ ഒരു പൗച്ചും കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ നമ്മുടെ വിസ്കും അതും ഇതൊക്കെ ഇട്ട് വെക്കാനായിട്ടാണ് ഈ പൗച്ച് യൂസ് കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഹാൻഡ് മിക്സർ എടുക്കാം. ബ്ലാക്ക് കളറാണ് നമ്മുടെ ഹാൻഡ് മിക്സർ. പിന്നെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഒപ്പം വരുന്ന പോലെ ഒരു യൂസർ മാനുവലും ഉണ്ട് ഇതിനൊപ്പം. പിന്നെ രജിസ്റ്റർ യുവർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കും ഉണ്ട്. നയൻ സ്പീഡ് ഹാൻഡ് മിക്സറാണിത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാം. നമുക്ക് ഈ ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാം. പംകിൻ കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഈ മത്തങ്ങയുടെ. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കത് ഉടച്ചെടുക്കണം. പംകിൻ കപ്പ് കേക്ക് വളരെ ഹെൽത്തിയാണ്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ, മറക്കാതെ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പംകിൻ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കപ്പ് കേക്ക് മോൾഡ്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ട്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് ബീറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 2 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടയുടെയൊക്കെ കളർ മാറി ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മൈദമാവ് ആഡ് ചെയ്യാം. ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ സിനമൺ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കപ്പ് കേക്കിന് ഒരു നല്ലൊരു സ്മെല്ല് കൊടുക്കും. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടി ചേർത്താണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരുന്ന പംകിൻ ഉണ്ടല്ലോ, മത്തങ്ങ അരച്ചത്, അതും കൂടെ ഒരു 1/2 കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കിച്ചനെയ്ഡിൻ്റെ ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ഉപയോഗിച്ച ഹാൻഡ് മിക്സറെ ഉപയോഗിച്ച് കിച്ചനെയ്ഡ് നല്ല സ്പീഡൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഇതാണ് എൻ്റെ റിവ്യൂ. നമ്മുടെ പംകിൻ കപ്പ് കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ നമ്മുടെ കപ്പ് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 18 മിനിറ്റാണ് എനിക്കിത് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് വേണ്ടി വന്ന സമയം. ഓരോ ഓവനിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ പംകിൻ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് ഇതിന്. നല്ല സിനമൺ പൗഡറിൻ്റെ ഒക്കെ നല്ല സ്മെല്ലാണ്. വളരെ ഈസിയാണ്, ഹെൽത്തിയാണ്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള പുതിയ പുതിയ റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ. അതിനടുത്ത് ഒരു ബെല്ലൈക്കൻ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷനുണ്ട്. അതും കൂടെ ഒന്ന് അമർത്തുവാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം.